അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ
ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പറയണത്? ഈ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണത്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതേ വിഷയം. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത്, ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക്, അവൻ്റെ അഭിരുചിയും നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ്റെ വഴിക്ക് പോയല്ല. അപ്പം അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ വഴിക്ക് പോയി. പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗറേറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പം അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല, അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ച് അവർ പോയി. അപ്പം അത് അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകുന്ന കാലം വരും. അതന്നെ ആദ്യ പാപം തന്നെയാണ്, താന്താങ്ങളുടെ വഴിക്ക്. അത് ആദ്യ പാപം റിപ്പീറ്റ് ചെയ്യണം, താന്താങ്ങളുടെ വഴിക്ക് പോകും. അപ്പം അത് എപ്പോഴും പോകത്തില്ല. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോണത്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പോണത്? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു സമയം വരും. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രയോജനമുള്ള കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും എന്ത് ചെയ്യും? ടെസ്റ്റ് വെക്കും. പ്രയോജനം ഇല്ലാത്തൊരു കാലം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത കുറേ കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല, വേദന തന്നെയായിരിക്കും, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അത് പ്രയോജനമില്ലാത്ത, ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരു കാലമാണ്. അപ്പം നിങ്ങളൊക്കെ ഇല്ലല്ലേ ശരിയാവും. അപ്പം അമ്മ പറയും, മകനെ പ്രാർത്ഥിക്കുമ്പോനെ ശരിയാകുമ്പോനെ ഈശോ വരും, കൃപാസനം മാതാവ് വരും. ഒരു മാതാവും വരത്തില്ല. ഞാൻ പറയത്തില്ല ഒരു മാതാവ് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾക്കൊരു ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും. ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത്. പിടിയാ, പ്രയോജനം ഉള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ല, അത് സർട്ടിഫിക്കറ്റ് കാരണമല്ല. മാർക്കുണ്ടായ പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ. പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ 50 40 എഴുതി വെക്കും. പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ 4 ഒരു പൂജ്യം മറന്നു പോകും. മനസ്സിലായില്ല? അങ്ങനെ സംഭവിക്കുന്നവർക്ക്. അതുപോലെ തന്നെ നമ്മൾ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അത് വാലിഡ് ആകണതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ്? പ്രയോജനം ഇല്ലാത്ത കാലത്ത്, ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വാലിഡ് ആകണത്. ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ. നല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല.
അമ്മയെ പരിചയം, അപ്പനെ പരിചയം, സാറുമാരെ പരിചയം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം. എന്നാൽ പിന്നെ ദൈവം വിട്ടുപിരിയത്തില്ല. അതാണ് രസം. പിന്നെ വിട്ടുപിരിയത്തില്ല. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇവൻ ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ എന്താണ്, പിന്നെ നമ്മളെ വിട്ടുപിരിയത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളയും. പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായം ലഭിച്ചതിന് കർത്താവ് യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഗോകുല കൃഷ്ണൻ. ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. ഞാൻ 4 വർഷത്തിന് മുന്നേ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഞാൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻഷ്യൽ മാത്താണ് പഠിക്കുന്നത്. അപ്പം 2021 ജാനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്നിട്ട് 6 കാര്യങ്ങൾ വെച്ചതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജർമ്മനി പോകണം, അവിടെ പോയി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ 2021 തന്നെ ജർമ്മനി പോയി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ജർമ്മനി തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചിരുന്നത്. കാര്യം ജർമ്മനി പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ പാർട്ട് ടൈമും ചെയ്യും, അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സും പഠിക്കും. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മക്ഡൊണാൾഡ്സ്, അങ്ങനത്തെ ഓരോ ആമസോൺ, അങ്ങനെ കുറച്ചുകൂടി കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വട്ടം വർക്കിന് പോകുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു ഫ്യൂച്ചറുള്ള ജോബല്ല ഇത്, നാളെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടിയേ പറ്റൂ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് കഴിഞ്ഞ വർഷം വീണ്ടും അപ്ലൈ ചെയ്തു. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ജർമ്മനി ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ 2 എക്സാംസ് ഉണ്ട്, മസ്റ്റായിട്ട് എഴുതേണ്ട എക്സാംസാണ്. അത് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ജർമ്മനിയിലെ സ്കെയിൽ എന്ന് വെച്ചാൽ 1 to 5 ആണ്. 5 എന്ന് വെച്ചാൽ ഫെയിലായെന്നും 1 എന്ന് വെച്ചാൽ ഹയസ്റ്റ് സ്കോർ എന്നുമാണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഞാൻ ഫെയിൽ ആവുമായിരുന്നു. എല്ലാത്തിനും എനിക്ക് 5 ആയിരുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതിയ തോക്കുമായിരുന്നു. എപ്പോഴും എക്സാം എഴുതുന്നു, കരച്ചിൽ. എനിക്ക് ജർമ്മനി പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണം, ആ ഒരു കണ്ടീഷനായിരുന്നു. ആ ഒരു ഇടയ്ക്ക് ഇവിടെ വന്നു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തെങ്കിലും ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ഉഴപ്പായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി നോക്കത്തില്ലായിരുന്നു. ഫ്രണ്ട്സ് ഭയങ്കര ചില്ലിങ്, ഭയങ്കര വൈബ്, ആ ഒരു രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി 2ാമത് പുതുക്കിയിട്ട് എക്സാംസ് എഴുതാൻ പോയി. പിന്നെ എഴുതിയ എക്സാംസിനൊക്കെ ഭയങ്കര ടോപ്പായിരുന്നു. എനിക്കായിരുന്നു എന്താ പറയുക, ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നിടത്ത് ഞാൻ എഴുതിയ എല്ലാ എക്സാംസിനും 95% എബോ ആയിരുന്നു. അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മാത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫെയിലായൊരു രീതിയിൽ അറിഞ്ഞിരുന്ന ഞാൻ ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാവുന്ന അത്രയും രീതിയിൽ കർത്താവിനെ ഉയർത്തി. കാര്യം ഓരോ വട്ടം എക്സാംസിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ 3 ദിവസത്തിന് ശേഷം നിന്നെ ഉയർത്തിയ കർത്താവ് ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയ എന്നെ ഉയർത്താൻ സാധിക്കില്ലേ, നീ ഉയർത്തുമ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാശുരൂപം കൈപ്പിടിച്ചിട്ട് ഞാൻ എക്സാംസിന് വീണ്ടും പ്രത്യാശയോടുകൂടി പോയി എക്സാംസ് എഴുതി. പിന്നെ എഴുതി ഓരോ എക്സാംസിനും എനിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാ എക്സാംസിനും ഞാൻ തന്നെ ആയിരുന്നു ടോപ്പ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ജോബിനൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാര്യം ജർമ്മൻ ലാംഗ്വേജ് എനിക്കറിയില്ല, ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, പ്രൊഫസേഴ്സ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല, ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം ഒരു ജർമ്മൻ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഓരോ ആപ്ലിക്കേഷൻസിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ എണ്ണ കുരിശ് വരച്ച് അങ്ങനെ ഓരോ ജോബിനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് പറയുമായിരുന്നു, നിനക്ക് പെട്ടെന്ന് കിട്ടില്ല, മിനിമം ഒരു 6 months എങ്കിലും വേണം നമുക്കൊരു ഇൻറ്റേൺഷിപ്പോ ജോബോ ജർമ്മനിയിലൊക്കെ കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാണ് 6 മാസത്തിൻ്റെ ആവശ്യം? കർത്താവ് യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എനിക്ക് 6 മാസം നീട്ടിത്തരണം? 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജോബ് തന്നൂടാ? ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, 6 മാസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ 1.5 കൊല്ലം കഴിഞ്ഞു, എനിക്ക് എന്താണെങ്കിലും 1 മാസത്തിനുള്ളിൽ ജോബ് കിട്ടിയേ പറ്റൂ എന്ന വിശ്വാസത്തോടു കൂടി ഉപവാസം എടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കമ്പനിയിൽ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് 8 months ആയി. റിമോട്ടായിട്ട് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസ് അനലിസ്റ്റായിട്ട് ജോബ് കിട്ടി.
അങ്ങനെ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഓരോ വട്ടം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ച കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാലയിൽ കൂടണം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് 7-ാം തീയതി ആയിരുന്നു എൻ്റെ തീസിസിൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷേ കുറച്ച് ടഫായിട്ട് ടോപ്പിക്കായിരുന്നു. ഞാൻ പഠിച്ചത് മാത്സ് ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീൽഡായിരുന്നു, ഈ ഇമേജ് സൂപ്പർ റെസൊല്യൂഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ടാസ്ക്. കോഡിങ്ങും അത്ര എനിക്കറിയില്ല, പൈത്തണും കുറച്ചുകൂടി ബാക്കിലോട്ടാണ്. അതുകൊണ്ട് അവർ തന്ന ഡെഡ് ലൈനിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് 7th എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 21st വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 21st സബ്മിറ്റ് ചെയ്തിട്ട് എന്തായാലും 25-ാം തീയതിയിലുള്ള അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഫോറിനിൽ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നാട്ടിൽ വന്ന് കുറേ ഫുഡ് കഴിക്കണം, കുറേ ഫ്രണ്ട്സിനെ കാണണം, നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും മാതാവേ നിൻ്റെ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമേ, ആ ഒരു കരുണ നീ എന്നോട് കാണിക്കണമേ, നിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 21-ാം തീയതിയിലായിരുന്നു എൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷെ ഒരു 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം എനിക്ക് വരണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണോ ദൈവഹിതമാണോ ദൈവ പദ്ധതിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ടഫായ രീതി മാതാവിനോട് പറഞ്ഞു, എങ്ങനെ പോയാലും ടിക്കറ്റിന് ഒരു 19,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, പക്ഷേ ഞാനൊരു 30,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും മാതാവിൻ്റെ ഹിതമാണ് ഞാൻ വരണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ഒന്നും റേറ്റ് കുറവില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ പോണ്ടാന്ന്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും അവിടെ ജർമ്മനിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവളും നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അവളും ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ആളാണ്. അപ്പോഴത്തേക്ക് അവളും ഞാനും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. 25-ാം തീയതി രാത്രി ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ വേണ്ടി എല്ലാം തയ്യാറായി കിടന്നു. പിറ്റേ ദിവസം എണീറ്റപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര വയ്യാഴ്മയായിരുന്നു. അവൾക്ക് ജപമാലയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് വരാൻ പറ്റി. രാവിലെ ഞാനിവിടെ എത്തി, അഖണ്ഡ ജപമാലയ്ക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൻറ്റിമാരും കുറേ ചേച്ചിമാരും ഒക്കെ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിപ്പോകും. അപ്പോൾ എൻ്റെ വിചാരം ജപമാലയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓടി പോകണം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു മണിക്കൂർ ജോസഫ് അച്ഛനൊക്കെ മുന്നിൽ കാണുമെങ്കിൽ പിന്നെ അവിടെ പോയി മാതാവിനെ തൊട്ടുമുത്താം എന്ന് വെച്ച് സ്പീഡിൽ നടന്ന് പോവാം. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും സ്പീഡ് നടന്നിട്ട് കാര്യമില്ല, എത്തിപ്പെടത്തില്ല. എനിക്ക് തന്നെ ഭയങ്കര ഗിൽറ്റ് തോന്നി. ഞാൻ മാതാവിൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൊന്ത പോലും ചൊല്ലാതെ ഞാനിങ്ങനെ പരേഡിന് പോകുന്ന പോലെ ഇത്രയും സ്പീഡിൽ പോകുന്ന എന്തിനാന്നുള്ളൊരു വിഷമം തോന്നിയിട്ട് പിന്നെ ഞാൻ ആരുടെയും കൂടെ ഓടാൻ നിന്നില്ല. ഞാൻ പിന്നെ പതിയെ ജപമാല എത്തിച്ച് പതിയെ ഓരോ ജപമാലയും മാതാവിനോട് ആത്മാർത്ഥമായി എത്തിച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവ് ഇത് ഭയങ്കര ചൂടാണ്, പക്ഷെ കുഴപ്പമില്ല, എൻ്റെ പൂർവികരായ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചുകൊള്ളുകയാണ്, അവർക്ക് നീ മോചനം നൽകണമേ, ഈ ചൂടും ഈ കഷ്ടപ്പാട് ഞാൻ സഹിച്ചോളാം. അങ്ങനെ ജപമാല എത്തിച്ച് മാതാവിൻ്റെ അടുത്തെത്തി. തിരിച്ചു പോകാൻ സമയത്ത് ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് നടന്നു. അപ്പോൾ തിരിച്ച് നടന്ന് ഞാൻ പറഞ്ഞു ഇതും കുഴപ്പമില്ല, ഞാൻ തിരിച്ച് ആലപ്പുഴ വരെ നടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു പരാതിയുമില്ല മാതാവേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇനി നാളെ ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് കർത്താവേ നിന്നിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കണമേ, നിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായി ദാസിയാക്കി എന്നെ മാറ്റണമേ, അങ്ങനെ തന്നെ ആയിരുന്നു പ്രാർത്ഥിച്ചത്. അങ്ങനെ തിരിച്ച് അവിടുത്തെ ചർച്ചയിൽ നിന്ന് വീണ്ടും ആലപ്പുഴയ്ക്കൊരു എനിക്ക് എത്ര കിലോമീറ്റർ എന്നറിയില്ല, വീണ്ടും തിരിച്ച് ജപമാല ചൊല്ലി തിരിച്ച് വരുന്ന വഴിക്കും ചൊല്ലിയാണ് നടന്നു വന്നത്. പിന്നെ ഒരു ബസ് കിട്ടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറേ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ രാത്രി 9 മണിക്കാണ് ബ്ലോക്കായിട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ആലോചിച്ച് തിരിച്ച് നടന്നിട്ടാണെങ്കിലും ഞാൻ വീട്ടിലൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ പദ്ധതിയല്ല കർത്താവെ നിൻ്റെ പദ്ധതി നടപ്പാക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആത്മീയമായി എത്രത്തോളം എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. ഇന്ന് ഞാനിപ്പോൾ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് 6 കാര്യങ്ങൾ എഴുതണം. പക്ഷേ എനിക്ക് എഴുതാനൊന്നുമില്ല. കാര്യം തന്ന കർത്താവിന് വയറ് നിറയ്ക്കാൻ അറിയാം. ഞാൻ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്കറിയാം നാളെ എനിക്കൊരു ജോബോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്താണോ എനിക്ക് വേണ്ടതെന്നുള്ളത് കർത്താവിന് വലിയൊരു പദ്ധതി എൻ്റെ മേളിലുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് പഠിക്കണം ഇത് ചെയ്യണം എന്നൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ ദൈവം അതിലും മേളിലുള്ള വലിയ വലിയ കാര്യങ്ങളായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 6 കാര്യങ്ങൾ എന്ത് എഴുതുന്നു ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ പിന്നെ ഒരു 3-4 കാര്യം എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയത്. അതുപോലെ ജർമ്മനി നിൽക്കുമ്പം ഭയങ്കര ടെംപ്റ്റേഷൻസാണ്. കാര്യം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമ്മുടെ കൂടെ ഫാമിലി ഒന്നുമില്ല.
അപ്പം ഞാൻ കൂടുതലും കർത്താവിനോട് പറയും, കർത്താവ് ഇതെൻ്റെ കൊച്ചു പ്രായമാണ്, എനിക്ക് 10-25 വയസ്സേ ഉള്ളൂ, അപ്പം എനിക്കിപ്പം വേറെ ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും കർത്താവിലേക്ക് അടുക്കാൻ വേണ്ടി എൻ്റെ ഈ ഒരു യൂത്ത് തൈത്തായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിച്ചുകൊള്ളുവാണ്. കർത്താവ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കണം എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞ് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഓരോ ദിവസവും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഹോളി മാസിന് കൂടാറുണ്ട്. അപ്പം അവിടെയുള്ള ക്രിസ്ത്യൻസ് എപ്പോഴും എന്നോട് പറയും, നീ ഹിന്ദുവാണ്, നിൻ്റെ ഈ വിശ്വാസവും നിൻ്റെ ഈ പ്രാർത്ഥന കാണുമ്പം അവർക്ക് തന്നെ അത്ഭുതം തോന്നും, അവരൊന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അവർ പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒന്നുമില്ലെങ്കിലും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് ഓരോ വീടുകളിലും കൊണ്ട് പത്രം കൊടുത്തു. കൂടുതലും ഹിന്ദുസിൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. എൻ്റെ ഇൻറ്റൻഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദൈവമായ സത്യക്രിസ്തുവിനെ അവരും അറിയണം, അവരും അതിൽ വിശ്വസിക്കണം, അവരും രക്ഷ പ്രാപിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഓരോ വീട്ടിലും കൊണ്ട് ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറിയുടെ 10% ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. ഒരു 10,000 രൂപ അടുപ്പിച്ച് എല്ലാ മാസവും ഞാൻ കാരുണ്യ പ്രവൃത്തിക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ചില മാസങ്ങളിൽ ചിലപ്പം ഹോളി മാസം ആയിരിക്കും ചെയ്യുക, ഒരു ഹോളി മാസം 250 രൂപ അങ്ങനെ കണ്ട. അപ്പം ഒരാഴ്ച 2 ഹോളി മാസം വെച്ച് ചിലപ്പം ഒരു വർഷത്തെ മുഴുവൻ ചെയ്യും. അല്ലെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ട് നാട്ടിൽ വരുമ്പം ഈ പാവപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ കാണുമല്ലോ, അവർക്ക് എപ്പോഴും പൈസയായിട്ട് കൊടുക്കും. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ചേച്ചി ഹസ്ബൻഡ് മരിച്ചുപോയി, വിധവയായി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലും പൈസയായിട്ടായിരിക്കും അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു സംഭവം, ഞാൻ മാതാവിനോട് എപ്പോഴും ചോദിക്കും, മാതാവേ, നിൻ്റെ സ്വന്തം പുത്രൻ ഇങ്ങനെ മരിച്ചു കിടന്നപ്പം നിനക്ക് കർത്താവിനോട് ഒരു പരാതി പോലും പറയാതെ ഇങ്ങനെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസിയായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചു? എനിക്കിത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. എനിക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുമ്പം എന്നിട്ടും കർത്താവിലേക്ക് വിശ്വസിക്കാൻ എനിക്കൊരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് മാതാവ് നിനക്ക് ഇത്രയും ശാന്തമായിരിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കുടിച്ചിട്ട് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അച്ഛന് ഞാൻ നാട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട അച്ഛൻ എങ്ങനെ തോന്നി കുടിച്ചിട്ടിങ്ങനെ? അച്ഛൻ ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എന്നാലും അച്ഛൻ കുടിച്ചിട്ട് വന്ന് നിന്നപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചകൾ ജോസഫ് അച്ഛൻ്റെ മോർണിംഗ് പ്രെയറിൽ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ആദ്യം നിങ്ങൾ ജോർദാനിലായിരിക്കും, പതിയെ നിങ്ങൾ മരുഭൂമിയിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, കുറച്ചുകൂടി വീക്കാവും, പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കും. ശരിക്കും ആ ഒരു ലൈഫായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛൻ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ ജർമ്മനി നാട്ടിൽ വന്നെങ്കിലും ഒരാഴ്ച 2 ആഴ്ചയോളം വീട്ടിൽ ഇരുന്ന് കരച്ചിൽ തന്നെ ആയിരുന്നു. കാര്യം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പം ലീവിന് വന്നതല്ലേ, എന്നിട്ടും കർത്താവിനോട് ഒരു വാക്ക് പോലും പരാതി ഞാൻ പറഞ്ഞില്ല. കർത്താവ്, ഞാൻ ലീവിന് വന്നതല്ലയോ? അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പരിശുദ്ധ അമ്മ മാതാവ് എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒത്തിരി കർത്താവിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വലിയ കൃപ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വഴി എനിക്ക് കിട്ടി. അതുപോലെ ഏത് പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ ലാപ്ടോപ്പൊക്കെ ഫുൾ ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടിരിക്കും. എൻ്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മയും ഹിന്ദുവാണ്. അമ്മ വിശ്വാസിയാണ്, അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ അച്ഛൻ അത്ര വിശ്വാസിയല്ല. അപ്പം ഞാൻ പള്ളിയിൽ പോവുകയാണെങ്കിലും ഹോളി മാസിന് പോവുകയാണെങ്കിലും അച്ഛൻ എപ്പോഴും പറഞ്ഞു, എന്തിനാണ് എപ്പോഴും പള്ളിയിൽ പോകുന്നത്, എല്ലാ ദൈവവും ഒരുപോലല്ലേ, അങ്ങനെയൊക്കെ അച്ഛൻ പറയും. അപ്പം ഞാൻ കർത്താവിനോട്, പക്ഷെ എനിക്ക് പരാതി പറയാൻ തോന്നിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം അടിച്ചുറപ്പിച്ച രീതിയിൽ കർത്താവ് തന്നതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പം അടുത്ത ഓരോ വർഷം കൂടുന്തോറും ഓരോ ന്യൂ ഇയർ ആകുമ്പം താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ രാത്രി 12 മണിക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ വർഷവും ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് കൂടുതൽ നന്ദി പറയാനേ ഉള്ളൂ. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ, ഈ വർഷം ന്യൂ ഇയറിന് അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തു എന്ന് എനിക്ക് പറയത്തക്ക വിധം കുറേ അനുഭവങ്ങൾ തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്നതിനും നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വന്ന് പറയും മുന്നേ ഞാൻ ആലോചിച്ച് എന്ത് ഞാൻ പറയും, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഓരോ ചേച്ചിമാർ പേപ്പറിലൊക്കെ എന്ത് പറയേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല, എന്താ അവിടെ പോയി പറയാനെന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, നീ എന്താണ് പറയേണ്ടതെന്നുള്ളത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ജ്ഞാനം തരും.
അതുകൊണ്ട് നീ ഒട്ടും എന്താ പറയുക ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ എന്താ പറയുക എൻ്റേതായ രീതിയിൽ കുഞ്ഞു പ്രേയേഴ്സ് എഴുതിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പിൽ ഞാൻ അയക്കാറുണ്ട്. അതുപോലെ ഞാൻ എഴുതിയൊരു പ്രേയറാണിത്. ഓ മൈ ഗോഡ്, as you loved your beloved son Jesus, as you loved your David, as you loved Abraham, please love us and let us unfit for the world, let us fit for your plans. And sometimes we are too late for our works, but we never ever be late to praise you or worship you. Amen. സങ്കീർത്തനങ്ങൾ 37:4-5 തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഗോകുല കൃഷ്ണൻ എന്ന ഈ മകൾ എത്ര സുന്ദരമായിട്ട് ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുവെന്ന് നമ്മളോട് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഭൗതികമായ നേട്ടങ്ങളല്ല മകൾ ശരിക്കും നമ്മളോട് സംസാരിച്ചത്. മകൾ പങ്കുവച്ചത് മുഴുവനും ഈശോയെ കണ്ടെത്തി സ്നേഹിച്ച, ഈശോയ്ക്ക് സ്വന്തമായ, ഈശോയുടെ സംരക്ഷണയിൽ ജീവിതം മുഴുവനും ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ്. സുന്ദരമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് മകൾ പങ്കുവച്ചത്. ശരിക്കും ഓരോ വാചകവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര കണ്ടെങ്ങനെ ഈശോയെ സ്നേഹിക്കാനാവും, ഇത്ര കണ്ടെങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിക്കുവാനാവും, ഇത്ര കണ്ടെങ്ങനെ നമ്മുടെ തന്നെ പ്രവൃത്തികളിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനാവും, ഇത്ര കണ്ടെങ്ങനെ സുവിശേഷത്തെ പങ്കുവയ്ക്കുവാനാകും എന്ന് നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനസ്സ് പല വിചാരങ്ങൾ കൊണ്ട് എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു, ഈ മകൾ പറയുന്ന വിശ്വാസ ജീവിതം എത്ര ഉയരത്തിലാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. എത്ര ഗഹനമായിട്ടാണ് അവരുടെ ദൈവാനുഭവത്തെ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഒട്ടും നിസ്സാരമായ ഒരു ജീവിത രീതി അല്ല അവൾ പങ്കുവെച്ചത്. നമുക്കറിയാം, അവൾ അവസാനം പറഞ്ഞു വരുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവളുടേതായ പ്രശ്നങ്ങളുണ്ട്, കുറവുകളുണ്ട്, സാഹചര്യങ്ങളിൽ ചില വിഷമതകളുണ്ട്. എങ്കിലും അതൊന്നുമല്ല ഈശോയോടുള്ള ബന്ധത്തെ അവിടെ ഇങ്ങനെ ആഴപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്നത്. സ്വയം വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, ഈശോയെ സ്നേഹിച്ച് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട്, ഈശോയുടെ സുവിശേഷവും സന്തോഷവും മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് മകൾ എത്ര കണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആത്മാവിനെ വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്യുക എന്ന പ്രക്രിയ മാത്രമാണ്. ഭൗതികമായ നന്മകളൊക്കെയും ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് നൽകുന്ന അപ്പക്കഷ്ണങ്ങൾ മാത്രമാണ്. എന്നാൽ അടിസ്ഥാനപരമായി വേണ്ടത് ആത്മാവിനെ ഈശോയ്ക്ക് കൊടുക്കുവാനാവുന്ന വിധത്തിൽ ജീവിതത്തെ നന്നായി ക്രമീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നത് മാത്രമാണ്. അതിലേക്കാണ് ഈ മകൾ വളരെ വേഗത്തിൽ ഈ ചെറിയ പ്രായത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ സൂചിപ്പിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ജർമ്മനിയിൽ ചെന്നുകഴിഞ്ഞ് ഒരല്പകാലം വൈബിനും ചില്ലിനുമൊക്കെ അടിമപ്പെട്ട് കൂട്ടുകാർക്കൊപ്പം ഒരു അടിപൊളിയുടെ കാലം ഉണ്ടായിരുന്നുവെന്ന്, ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയൊരു കാലം അവൾക്കുണ്ടായിരുന്നുവെന്ന്. പക്ഷേ അവൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് അത് ക്ലേശത്തിൻ്റെതായിരുന്നു. ജഡികമായ പ്രവണതകളിൽ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ തനിക്ക് ദൈവികമായ സംരക്ഷണം നഷ്ടപ്പെടുന്നത്, ആ പ്രാർത്ഥനയുടെ അരൂപി നഷ്ടപ്പെടുന്നത്, ജീവിതത്തിലുള്ള മേൽഗതികൾക്ക് അത് വല്ലാതെ പുറകോട്ട് പോകുന്നതൊക്കെ മകൾ അനുഭവിച്ചതും നമ്മളോട് പങ്കുവെച്ചു. എന്നാൽ വീണ്ടും അമ്മ മാതാവിലേക്ക് മടങ്ങി വന്ന് ഉടമ്പടി നവീകരിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ തടസ്സങ്ങൾ മാറുന്നതും സ്ഥിരജോലി ലഭിക്കുന്നതും കൂടുതൽ ദൈവികമായ സന്തോഷവും സ്നേഹവും അനുഭവിക്കുന്നതും മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അവൾ അതുപോലെ തന്നെ സൂചിപ്പിച്ചു, അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നതായിരുന്നു ആഗ്രഹം. അവധിക്ക് വന്നതുപോലും ആ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതിന് തൻ്റെ തീസിസ് പേപ്പർ സമർപ്പിക്കുവാൻ തടസ്സമാകുമെന്ന് കരുതിയ ദിവസങ്ങളുണ്ട്. 21-ാം തീയതി അത് സമർപ്പിക്കേണ്ടിയിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
ക്രമീകരിക്കുവാൻ പ്രയാസം വരുമെന്ന് കരുതുമ്പോൾ അമ്മ മാതാവ് അത് ഒരാഴ്ച മുൻപത്തേക്കാക്കി 15-ന് സമർപ്പിക്കുവാൻ സാഹചര്യമൊരുക്കുന്നു. വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കുവാൻ അവസരമൊരുക്കുന്നു. ആ അഖണ്ഡ ജപമാല റാലിയിലേക്ക് മകളെ കൊണ്ടുവരുന്നു. ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ഒരു അനുഭവം അവൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ജപമാല ചൊല്ലിയാണോ ആ ജപമാല റാലി മുഴുവനും പങ്കുചേർന്നത്? എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ യാത്ര മുഴുവനും ചെയ്തു എന്നവൾ പറഞ്ഞപ്പോഴാണ്. ശരിക്കും അക്രൈസ്തവ മകൾക്ക് ശുദ്ധീകരണ സ്ഥലമെന്ന കാഴ്ചപ്പാടുകളൊക്കെ എത്തിച്ചേരാൻ തന്നെ എത്ര കണ്ട് ആത്മീയ വളർച്ച സ്വയം വരേണ്ടതുണ്ട്. അതെല്ലാം അവൾ ഓരോന്നും മനസ്സിലാക്കുന്നു. ഒരു മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ ഈശോയോട് അമ്മ മാതാവിനോട് ഇടപഴകുവാൻ, പെരുമാറുവാൻ, സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ മകൾക്ക് സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ അവൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, ആദ്യം കുറേ പേരിങ്ങനെ ഒരു ഓട്ടപ്പന്തയം പോലെ ജപമാല റാലിയിൽ ഓടുന്നത് കണ്ടു. പിന്നീട് മനസ്സിലായി, ഓടിയത് കൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇത്ര ദൂരം ഞാൻ എത്തി, ഇത്ര കാലം ഞാൻ കാത്തിരുന്ന് അമ്മ നടക്കുന്ന വഴികളിലൂടെ ഈ ക്ലേശകരമായ തീർത്ഥാടനത്തിന് ത്യാഗപൂർവം ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ദൈവവിചാരം വിട്ടുപോയാൽ, മറ്റു കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ചാൽ ഈ യാത്ര പോലും തീർത്ഥാടനം പോലും പാഴായിപ്പോകുമെന്ന്. പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല. ശാന്തതയോടുകൂടി നിരന്തരം ജപമാല ചൊല്ലി എൻ്റെ അമ്മ മാതാവിനൊപ്പം ഞാൻ സഞ്ചരിക്കുകയാണ് ചെയ്തതെന്ന. പ്രിയമുള്ളവരെ, എത്ര സുന്ദരമായിരുന്നു ഈ മകളുടെ ഓരോ വാചകവും, എത്ര സുന്ദരമായിരുന്നു അവളുടെ ഓരോ ദൈവികമായ ബോധ്യങ്ങളും അനുഭവങ്ങളും, ആ ദൈവികമായ ഉറപ്പിലുള്ള അവളുടെ സംസാരവും. നമുക്കതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്പം കൂടി ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കുവാനും ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ആത്മാവിൻ്റെ തെളിമയുള്ള ജീവിതത്തിന് നമ്മളെ ബലപ്പെടുത്തുവാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. മകൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ഗിരിജ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/6/2024 ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞിരുന്നത് എനിക്കൊരു ഭവനം വേണം എന്നുള്ളതായിരുന്നു. 18 വർഷമായി ഞങ്ങളൊരു ഭവനം പണി തുടങ്ങി വച്ചിട്ട് കാശുണ്ടായിരുന്നിട്ടും പല തവണ പണി തുടങ്ങും പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെ 2007 തുടങ്ങിയ പണി 2010 നമ്മൾ വാർക്കാൻ നോക്കി, സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി. പക്ഷേ എന്ത് കാരണമെന്ന് അറിയില്ല, വീണ്ടും ആ സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകും. അന്നേരമെല്ലാം ഞങ്ങൾ കരഞ്ഞ്, ദൈവമേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ യൂട്യൂബ് നോക്കിയപ്പം കൃപാസനത്തെക്കുറിച്ച് ഇതിൽ ട്രോളുകളാണ് ആദ്യം ഞാൻ കാണുന്നത്. അത് അപ്പോഴപ്പോഴേ ട്രോളുകൾ ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് അത് ഒരു അരോചകമായിട്ടാണ് ആദ്യം തോന്നിയത്. ഒരു ദിവസം എൻ്റെ മോള് വന്ന് എന്നോടത്ത് പറയുകയാണ്, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോകുമോ? അമ്മയ്ക്ക് വീടിന് വേണ്ടി എന്നും അമ്മ കരയുന്നുണ്ടല്ലോ, എനിക്കിത് കാണാൻ വയ്യ, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കൃപാസനം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അമ്മ അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എൻ്റെ അഡ്രസ്സ് എല്ലാം കിട്ടും, അമ്മ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഇത് പറഞ്ഞു, എനിക്കിങ്ങനെ അറിയില്ല, ചെങ്ങന്നൂരാണ് കൂട്ടുകാരിയുടെ ഇവിടെ, ഞങ്ങളെ വീട്ടിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം കൂട്ടുകാരി പറഞ്ഞു, ട്രെയിൻ കയറാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടുകാരി പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ വരാം, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, അമ്മ ഞാനും കൂടെ വരുന്നു, ഞാനും വരുന്നു അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ 7/6/2024 വരികയും ഇവിടെ വന്ന് ഈ ജനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉടമ്പടി എടുക്കാൻ വേണ്ടി അങ്ങ് കയറി. അച്ഛൻ്റെ ക്ലാസ് കേട്ടു, ഉടമ്പടി എടുത്തു. താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ നമുക്ക് പറ്റുമോ ഇതൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുമോ എന്നുള്ളൊരു അങ്കലാപ്പൊക്കെ ആയിരുന്നു. എങ്കിലും ഇവിടെ വന്നേലേ മാതാവ് നടത്തും എന്നൊരു വിശ്വാസം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയായിരുന്നു. എങ്കിലും ഞാൻ 3 മാസം വരെ ഉടമ്പടി വലിയ പ്രാധാന്യം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. 2ാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വീണ്ടും ഇവിടെ വന്ന്
വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. എനിക്ക് ആ മുത്തുക്കുട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ആ ഒരു മുത്തുക്കുട കിട്ടിയിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്ന് പിടിച്ചു കൊടുക്കാമായിരുന്നു. ദൈവമേ എനിക്ക് അത് തന്നെ കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നല്ല തിരക്കാണ് അത് എടുക്കാൻ കരുതിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു, അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു, എടുത്തോളൂ ഒരെണ്ണം എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാണാം മുത്തുക്കുട. ഞാൻ അമ്മയ്ക്ക് മുത്തുക്കുടയും പിടിച്ച് ഇവിടെ കൂടെ വന്ന ഒരു സന്തോഷം കണ്ട എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയൊക്കെ എടുത്തു. അന്നെന്തൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടാമത്തെ ഉടമ്പടിയിൽ, ആദ്യത്തേത് എനിക്ക് ഒന്നും തോന്നിയൊന്നുമില്ല. രണ്ടാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ നോക്കിയപ്പം കൃപാസനത്തിൻ്റെ പത്രമാണോ മണക്കുന്നത്? അപ്പം നോക്കിയപ്പോൾ ഞാൻ പത്രം എടുത്ത് വെറുതെ ഒന്ന് മണപ്പിച്ചോ നോക്കി. ഇല്ല, പത്രം ഒന്നും മണക്കുന്നില്ല, മുല്ലപ്പൂവും ഇല്ല. ഞാൻ വീണ്ടും അമ്മ മാതാവിനോട് കുറച്ചുകൂടി അടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാനൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ. വീണ്ടും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു, ഒന്നും അറിഞ്ഞൂടാത്ത പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ അമ്മ അതുകൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആ ടോക്ക് കേട്ടു. വീണ്ടും ഞാൻ പിറ്റേന്ന് മുതൽ, എനിക്ക് RCCയിലായിരുന്നു ഞാൻ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സമയം കിട്ടില്ല, വെളുപ്പിനെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. ഇങ്ങനെ ഉള്ള ടൈമിന് ഓടി ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു എന്താണെന്ന് പറയാം, പെട്ടെന്നൊരു ചടങ്ങ് നിർവഹിക്കും പോലെയായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ പറയും, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കണം എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാനത് ഏറ്റെടുത്തു. ദൈവമേ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒരു ദിവസം വീട് പണി അന്നും തുടങ്ങിയില്ല, 3 മാസമായിട്ട് വീട് പണി തുടങ്ങിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. ഒരു ദിവസം മോമെന്ന് പറയാണ്, അമ്മ നമുക്ക് വീട് പണി തുടങ്ങണം. ഞാൻ പറഞ്ഞു, മോനെ കാശൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വീട് പണി തുടങ്ങുന്നത്? അമ്മ എന്തിനാ കൃപാസനത്തിൽ പോയി? അമ്മയും ഞാനും മോനും കൂടെയാണ് വന്നത്. എന്നേക്കാൾ വിശ്വാസിയായി മോൻ ഉടമ്പടി എടുത്തില്ല എങ്കിലും അവനായിരുന്നു ഭയങ്കര വിശ്വാസം. അവൻ പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 3 കൂട്ടുകാരെയും വിളിച്ചും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. പിന്നെ വീടെല്ലാം വൃത്തിയാക്കി വലിയൊരു പമ്പൊക്കെ എടുത്തുകൊണ്ട് വെച്ച് 18 വർഷമായി കുറച്ച് പണി ചെയ്തിട്ടിരുന്നു, വാർത്തൊന്നുമില്ല, കുറച്ച് പണി പാർത്തിരുന്നു. പമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കലും എല്ലാം തുടങ്ങി. എനിക്ക് ടെൻഷൻ കയറി, എങ്ങനെ കാശില്ലാതെ വീട് പണി തുടങ്ങും? ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ മാതാവ് നമ്മളെ സഹായിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം, അമ്മ മാതാവ് സഹായിക്കും. ഞാൻ വെറുതെ ഒന്ന് ബാങ്കിൽ പോയി. അന്ന് വരെ എനിക്ക് സിവിൽ സ്കോർ ഇല്ല എന്ന് എപ്പോഴും എന്നെ തിരിച്ചയച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടി, മാനേജറിൻ്റെ അസിസ്റ്റൻ്റ്, അവിടെ ലോൺ കൊടുക്കുന്ന സെക്ഷനിലോട്ട് ഞാൻ പോയി. മാഡം, എനിക്കൊരു ലോൺ എങ്ങനെയും കിട്ടാൻ പറ്റുമോ എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു, ആ സിവിൽ സ്കോർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സിവിൽ സ്കോർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് നല്ല ഹൈ സിവിൽ സ്കോർ. ഒരു മാസത്തിനകം തന്നെ എനിക്ക് ലോൺ അനുവദിച്ചു. വീട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നും 18 വർഷവും ഞാൻ, എൻ്റെ വീട് റോഡ് സൈഡാണ്. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കും, എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നേ? ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തീരെ പാവപ്പെട്ടതല്ല, ഒരു ഇടത്തര ഫാമിലിയിലുള്ളതായിരുന്നു. അപ്പോൾ എന്നും ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മൂമ്മയോ ഇല്ലെങ്കിൽ ഒരു അപ്പൂപ്പനോ ഇല്ലെങ്കിൽ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അയൽവാസിയൊക്കെ ചോദിക്കും, എന്താ തുടങ്ങാറായില്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങും, അമ്മ ഇന്ന് എന്നോട് ആരും ചോദിക്കരുതേ ഭവനം പണി തുടങ്ങാറായില്ലേ എന്നൊന്നും. അങ്ങനെ ഞാൻ നിരന്തരം 18 വർഷം കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതും എൻ്റെ മകൻ പറയുകയും ഉടൻ തന്നെ എനിക്ക് ലോൺ അനുവദിച്ച് വീട് പണി പൂർത്തീകരിച്ച് സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങളുടെ വീട് പാല് കാച്ചും കഴിഞ്ഞു. 1-2 സ്ക്വയർ ഫീറ്റ് അല്ല, 1650 സ്ക്വയർ ഫീറ്റ് വീടാണ് എനിക്ക് ദൈവം അമ്മ മാതാവ് തന്നത്. തിരുകുമാരന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ആക്ഷേപിച്ചവരെല്ലാം എൻ്റെ ഭവനത്തിൽ വന്ന്, എന്തൊരു മനോഹരമായ ഒരു ഭവനമാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊരു മനോഹരം. എല്ലാവരും ആ മനോഹരം എന്ന വാക്കാണ് എൻ്റെ വീട്ടിൽ ഇന്ന് ആര് കയറി വന്നാലും മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ദൈവമേ, ഞാൻ എന്നെ ആക്ഷേപിച്ചവരെല്ലാം വേദനിച്ചത് ഇപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയായി. ദൈവത്തിന് നന്ദി പറയുന്ന യേശു എത്ര സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായി ഞാൻ വെച്ചിരുന്ന എൻ്റെ നിയോഗം എനിക്കൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു. RCCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിലും
ചെറിയൊരു ജോലിയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ശമ്പളമെല്ലാം കുറവായിരുന്നു. എങ്കിലും നൈറ്റൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടു. പിന്നെ ഞായറാഴ്ച ദിവസം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. ഞായറാഴ്ച പള്ളിയിൽ ലീവ് ചോദിക്കുമ്പോൾ എൻ്റെ മേഡം പറയും, അത് പള്ളിയും അമ്പലവും എല്ലാം RCC ആണല്ലോ, പിന്നെ എന്തിനാ ഗിരിജ ഇനിയിപ്പോൾ പള്ളിയിൽ പോകുന്നത്, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. എങ്കിലും എനിക്ക് പള്ളിയിൽ പോകണമെന്നൊരു ആഗ്രഹം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഞായറാഴ്ച അല്ലാത്ത ഒരു ജോലി തരണമേ, എനിക്ക് എന്നും ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം തരണമേന്ന്. അങ്ങനെ എനിക്ക് ശ്രീ ചിത്ര റിസർച്ച് സെൻറ്ററിലേക്ക് ഒരു ചെറിയ റിലീവറായിട്ട് ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അയൽവാസിയും ഒരു കൂട്ടുകാരിയുമായ ഒരാളിനെ കൂടെ ഞാൻ കൊണ്ടുപോയി. രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ ജോലിക്ക് കയറുന്നത്. ഞാൻ തന്നെ അവർക്ക് ഫോം പൂരിപ്പിച്ചു കൊടുത്തു. അതിന് 69-70 ആ കുട്ടിയുടെ 70-69 ആ കുട്ടിയുടെ സീനിയോറിറ്റി നമ്പരും എനിക്ക് 73-70 എൻ്റെ നമ്പരുമായിരുന്നു. ഞാൻ ഫോം പൂരിപ്പിച്ചു, ജോലി ലഭിച്ചു, റിലീവറായിട്ട് ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നപ്പോൾ ആ കുട്ടി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എനിക്ക് പുറത്തു പോവേണ്ട ഒരവസ്ഥ വരുത്തി. എങ്കിലും ഞാൻ അന്ന് വളരെ വിഷമിച്ചു. ദൈവമേ, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി ചെയ്തിരുന്നായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം പോലെ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ കൂടെ കൊണ്ടുപോയതാണല്ലോ, എനിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചല്ലോ എന്ന് വളരെ വിഷമിച്ച് ഞാൻ അന്ന് എന്നെ ഓഫീസിൽ വിളിച്ചുമായിരുന്നു. എന്താണ് വിഷയം എന്നറിയാൻ കരുതി. ഞാനൊന്നും അറിഞ്ഞില്ല. ദൈവമേ, എനിക്കൊന്നും അറിയില്ല, അവിടെ എന്താണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കെല്ലാം അമ്മ മാതാവ് പറഞ്ഞു തരണമേ, എന്താണ് വിഷയം എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ ഓഫീസിൽ പോയി ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയെങ്കിലും എനിക്കെതിരെയുള്ള ആരോപണം അങ്ങനെ തന്നെ നിലനിർന്നു. എൻ്റെ അടുത്ത് പുറത്ത് പോകണമെന്ന് എന്നെ ആവശ്യപ്പെട്ടു. ഞാൻ അന്ന് പുറത്ത് പോയി വളരെയധികം വിഷമിച്ച് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും കാശ് രൂപവും എൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവിനോട്, അമ്മ മാതാവേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എങ്കിലും ഞാൻ പുറത്ത് പോകേണ്ടി വന്നല്ലോ, അപ്പം ഞാൻ അമ്മയുടെ മകളല്ലേ ഞാൻ, എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ പുറത്ത് പോകേണ്ടി വന്നതെന്ന് നല്ലവണ്ണം കരഞ്ഞു. വീട്ടിൽ വന്നിരുന്ന് സങ്കടം. പക്ഷേ എങ്കിലും എനിക്ക് കരയരുതെന്നുണ്ട്, എങ്കിൽ അമ്മ മാതാവ് എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ സങ്കടം പൊട്ടി വന്നു. വൈകുന്നേരമായപ്പോൾ എൻ്റെ മേഡം വിളിക്കുന്നു, ഗിരിജ 1 മാസമൊന്നും നീ പുറത്ത് നിൽക്കണ്ട, നാളത്തെ തന്നെ ഡ്യൂട്ടിക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു, തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അത് പോയിട്ട് അവിടെ തന്നെ എനിക്ക് സ്ഥിരമായി ജോലി ലഭിക്കുകയും ചെയ്തു. ഈ 51-ാമത്തെ വയസ്സിൽ എനിക്ക് സ്ഥിരമായി തന്നെ അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ജോലി ആവശ്യപ്പെട്ട് സ്ഥിരമാകുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അമ്മ എനിക്ക് സ്ഥിരമായി തന്നെ ഒരു ജോലി അവിടെ തന്ന് സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ. അത് പോയിട്ട് അടുത്ത 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരോടും എല്ലാം. എൻ്റെ വിശ്വാസം ഭയങ്കര വിശ്വാസിയായി ഞാൻ. പിന്നെ അന്നേരം ഒരു വിശ്വാസമോ ഒന്നുമില്ലാതെ നടന്ന ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. ഒത്തിരി ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അച്ഛൻ എപ്പോഴും പറയും, എല്ലാം വൃത്തിയും വെടിയിപ്പും വിനയുമായിട്ട് നല്ല ഭംഗിയായി ചെയ്യണമെന്ന് പറയുമായിരുന്നു ഓരോ കാര്യങ്ങളും. ആ ടോക്കൊക്കെ ഞാൻ കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. എല്ലാം ഞാൻ ഭംഗിയായി, എന്ത് കാര്യം തൊട്ടാലും ഞാനത് ഭംഗിയായി ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് ആരോപണം ഉന്നയിച്ച എങ്കിലും എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഭയങ്കരമായ ബ്ലീഡിങ്, അവർക്കാണെങ്കിൽ ഹസ്ബൻഡും ഇല്ല, പിന്നെ കൊച്ചുമോനും ഒരു മോളും, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളും. എന്നും എന്നോട് സങ്കടം പറയും, ഞാൻ ഹോസ്പിറ്റലിലായാൽ എന്നെ നോക്കാൻ ആരുമില്ല, എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഗിരിജ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെ സുഖം കിട്ടോ എന്തോ എനിക്കറിയില്ല, ഞാൻ എന്നാലും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ലാബിലിരിക്കുമ്പോഴേക്കും എന്നെ വീണ്ടും ഫോൺ വിളിക്കും, ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചതാ എന്ന്. ഞാൻ അവിടെ ആരും കാണാതെ തന്നെ പോയി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ പുസ്തകം കൂടെ കയ്യിൽ വെച്ചിരുന്നു രഹസ്യമായിട്ട്.
വച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് കണ്ണുനീര് ധാരധാരയായി അവർ ഒഴുകി. അവരുടെ വിശ്വാസം കൊണ്ട് മാതാവേ അങ്ങ് ഒരു അനർത്ഥവും വരുത്താതെ അങ്ങ് അവർക്ക് ഓപ്പറേഷനൊന്നും വേണ്ട എന്ന് പറയും. ഇതിനിടയിൽ 2 DNC ചെയ്യാൻ വേണ്ടി ഡേറ്റും ഇട്ടായിരുന്നു. അവർക്കത് ഭയങ്കരമായിട്ടുള്ള വിഷമം ഇതിൽ അനുഭവിക്കുമായിരുന്നു. ദൈവമേ, ആ ഓപ്പറേഷൻ എല്ലാം മാറ്റി വെച്ച് കൊടുക്കണമേ, അവരെ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ, അമ്മ മാതാവ് അങ്ങ് ഇടപെടണമേ എന്ന് ഞാൻ ശക്തമായി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും പൂശി നെറ്റിയിലും കുരിശ് വരച്ചു, വയറിലും കുരിശ് വരച്ചു. അതിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അവരുടെ വിശ്വാസം എന്ന് പറയട്ടെ, അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് തന്നെ അതിശയം. നോൺ ക്രിസ്ത്യൻ ആയിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയും അവർ നോൺ ക്രിസ്ത്യാനും ആയിരുന്നു. എന്നിട്ടും അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നാൽ അന്ന് രാവിലെ അന്ന് റിലീവറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു, സുജയ്ക്ക് പകരം റിലീവറായിട്ട് ഡ്യൂട്ടിക്ക് കയറണമെന്ന്. ഞാൻ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതാണല്ലോ, അവർ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, അമ്മ മാതാവേ അങ്ങ് കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എങ്കിലും എൻ്റെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും ആ സുജ അറിയുന്നില്ല. വൈകുന്നേരം എൻ്റെ പറഞ്ഞ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെന്ന് എല്ലാവരും അപ്പോഴപ്പോയിട്ട് ഞങ്ങൾ വിളിക്കും. ഓപ്പറേഷന് സമയം അവന് എല്ലാം ഡോക്ടർ ഡേറ്റോട്ട് സമയവും കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പറയുകയാണ്, ഒരു ടെസ്റ്റ് കൂടെ നടത്തിട്ട് എന്നിട്ട് ഓപ്പറേഷനിലേക്ക് കടക്കാമെന്ന്. അപ്പം എന്നാൽ ശരിയെന്ന് അവർ പറയുകയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വലിയൊരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അതിലൊരു കുഴപ്പവുമില്ല, പിന്നെ ഹോർമോൺ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സാധാ ഗുളിക കഴിച്ചാൽ മതി. അവരിപ്പോൾ 2-3 മാസം കൊണ്ട് ചെറിയ ഡോസ് ഗുളികയും കഴിച്ച് നല്ല ഭംഗിയായി നടക്കുകയും ജോലിക്ക് വരികയും എന്നോടൊപ്പം ഇവിടെ വരികയും ചെയ്തു. അവരെൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, അമ്മ മാതാവ് എനിക്ക് തന്ന കൃപകൾക്ക് അവർ കോടാനുകോടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. മക്കളും അതുപോലെ തന്നെ അവർക്ക് നന്ദി പറഞ്ഞു. കുഞ്ഞു എൻ്റെ കൂടെ വന്നു. ആ അമ്മയുടെ 12 വയസ്സായ ഒരു മോനാണ് അവർക്കുള്ള, ഒരു മോളും ഒരു മോനും. മോനും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ അവൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി സ്തോത്രവും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞുമോന് 2.5 വയസ്സായേ ഉള്ളൂ. എന്ത് അസുഖം വന്നാലും ഉടൻ പറയാം, അമ്മാമേ പിന്നെ ആ ഉടമ്പടി തൈലം പൂശി, ആ ഉടമ്പടി തൈലം ഒന്നുമില്ല, എണ്ണ വരട്ടെ ഇങ്ങനെ അവൻ പറയാൻ അറിയില്ല. ഉടൻ അവൻ എന്ത് വേദന ഉണ്ടെങ്കിലും ഉടൻ തന്നെ മാറി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഉടമ്പടി തൈലത്തിൻ്റെ വിശ്വാസം ആ 2.5 വയസ്സായ മോൻ അനുഭവിക്കുന്നത് കണ്ട് നമ്മൾ തന്നെ വളരെ ഹാപ്പിയും അവൻ്റെ രോഗങ്ങൾ എന്ത് വന്നാലും, പനി വന്നാലും ചുമ വന്നാലും ഉടൻ തന്നെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എല്ലാവർക്കും, എൻ്റെ മോനും മരുമകളുമാണ് ഈ നിൽക്കുന്നത്, മോൻ എവിടെ ഇറങ്ങിയാലും പറയും, അമ്മ ഉടമ്പടി തൈലം പൂച്ചി തരുമോ, ഉടമ്പടി തൈലം ഇട്ട് തരുമോ അമ്മ എന്ന് ചോദിക്കും. ഞാൻ പറയും മോനെ ഇട്ട് തരാം. അങ്ങനെ എനിക്ക് ഡെയിലി ഒരു ദിവസം പോലും ഉടമ്പടി തൈലം ഇടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. അപ്പം സെപ്റ്റംബർ 5 എൻ്റെ വീട് പാല് കാച്ച്, സെപ്റ്റംബർ 8 മോൻ്റെ വിവാഹം. പിറ്റേന്നോട്ട് ഞാൻ ഉടമ്പടി തൈലം മോന് ഇട്ട് കൊടുക്കുമ്പോൾ മോൻ പറയും, അമ്മ എന്താ എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഇട്ട് കൊടുക്കണം, എൻ്റെ മരുമകളാണ്. എന്നും ഞങ്ങൾ ഉടമ്പടി തൈലവും പൂശിയെ ഇട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പുറത്തിറങ്ങാറുള്ളൂ. ദൈവം അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ധാരാളമായി തന്നിട്ടുണ്ട്. അതിന് തിരുവമാന് 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് എന്തെന്നാൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യും. അത് പത്രം കൊടുക്കുമ്പോൾ ഞാൻ പൂജപ്പുരയാണ് വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ ഓട്ടോ ആദ്യം കാണുന്നത് ബസ് ഇറങ്ങുമ്പോൾ ഓട്ടോ ഡ്രൈവർ അവർക്കൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും. പിന്നെ ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും. പിന്നെ ആരെങ്കിലും പുച്ഛത്തോടെയാണ് ആ പത്രം വാങ്ങുന്നതെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞേ പത്രം വിതരണം ചെയ്യാറുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് ചെറിയൊരു ശമ്പളത്തിലാണ്, കമ്പനി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എങ്കിലും എന്നിലാവുന്നത് വിദ്യാഭ്യാസപരമായി ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറയുകയോ പിന്നെ ആരും അറിയില്ല ഞാൻ കൊടുക്കുന്ന പ്രവർത്തനമൊന്നും. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. ഫുഡ് ആർക്കെങ്കിലും വിശന്നിരിക്കുകയാണ്, കാശ് വേണമെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നാലും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ആർക്കായിരുന്നാലും എന്നിൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തിരിക്കും. പിന്നെ രോഗികളെയും പോയി സന്ദർശിക്കും. ഒരുപാടൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ദൈവം എനിക്ക് ഇനിയും ഞാൻ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കിനി എൻ്റെ ജീവിതകാലമൊക്കെയും ഈ ഉടമ്പടിയിൽ എൻ്റെ മാതാവിനും തിരുകുമാരനോടും ഒപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം.
അതുപോലെ തന്നെ എൻ്റെ കുടുംബവും എനിക്ക് ഇനിയും അടുത്തും ഒരു സാക്ഷി പറയാൻ എൻ്റെ മനസ്സിലുണ്ട്. അതും ഞാൻ എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. പ്രത്യേകിച്ച് പറഞ്ഞു എൻ്റെ ജോലിയുടെ, അവർക്കെല്ലാം എൻ്റെ ജോലി പറഞ്ഞ എൻ്റെ സാക്ഷ്യവും അവരുടെ രോഗത്തിൻ്റെ എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ദൈവത്തിന് നന്ദി പറയുന്നു. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ഈ ചേച്ചി നല്ലതുപോലെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ 3 മാസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ജോലിക്കായിരുന്നു, ഹോസ്പിറ്റലും ജോലിയായിരുന്നു. ഹസ്ബൻഡ് ഫസ്റ്റ് കൊറോണ ടൈമിന് മരിച്ചു. 2 കുഞ്ഞുങ്ങളെ ഞാൻ ജോലി ചെയ്താണ്, വീട്ടുജോലിയും കൂടെ ചെയ്താണ് ഞാൻ വളർത്തുന്നത്. എനിക്ക് ഫുൾ സപ്പോർട്ട് വേണ്ടി നന്ദി പറയുകയാണ്. ഞാൻ ദൈവത്തോട് അത്രമാത്രം നന്ദി പറയുകയാണ്. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. യേശുവിൽ പ്രിയമുള്ളവരെ, ഗിരിജ തിരുവനന്തപുരത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് 18 വർഷമായി അവർക്ക് വീടിൻ്റെ പണികളൊന്നും തീരുന്നില്ല. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്ന് ഉഴപ്പിയപ്പോൾ ആ വീടിൻ്റെ പണി അവിടെ കിടക്കുകയാണ്. പലരും തിരക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീടിൻ്റെ പണി തീരാത്തതെന്ന്. എന്നാൽ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി ചെയ്തപ്പോൾ അവർക്ക് മനോഹരമായൊരു വീട് ലഭിച്ചു. കയറി വരുന്നവരെല്ലാം പറയുകയാണ് ഇതൊരു വലിയ മനോഹരമായ വീടാണല്ലോ എന്ന്. അതിനുശേഷം അതിനവർ ചെയ്തത് നേർച്ച വസ്തുക്കളായ ഉപ്പ്, ഉടമ്പടി തൈലം, തേനും ഇതെല്ലാം നിത്യം ഉപയോഗിക്കുകയും വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോയി അതും ഉപ്പും കൂടി വിതറി. അതിൻ്റെ പേരിൽ മോന് വിശ്വാസം വർദ്ധിച്ചു. മോനാണ് വന്ന് പറയുന്നത് അമ്മേ വീടിൻ്റെ പണി നമുക്ക് ഉടനെ അത് ആരംഭിക്കണം. കൂട്ടുകാരുമായിട്ട് വന്ന് അതിൻ്റെ പണി തുടങ്ങാൻ ആഗ്രഹിച്ചു. ഉടനെ തന്നെ അമ്മ മാതാവ് ലോൺ ശരിയാക്കി കൊടുത്തു. അതിനുശേഷം ജോലി മേഖലയിലുണ്ടായിരുന്ന ഒരു തർക്കങ്ങൾ, അതിൽ നിന്ന് അവരെ ഉദ്യോഗസ്ഥർ പുറത്താക്കിയപ്പോൾ അമ്മയോട് കണ്ണുനീരിട്ട് പറഞ്ഞമ്മേ ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനമല്ലേ ചെയ്തത്. ആ ഒരു മോളെ കൊണ്ടുവന്ന് അവളെ സങ്കടം തീർത്തപ്പോൾ അവൾ തന്നെ എനിക്ക് വേദന തന്നല്ലോ. ഞാനത് അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ തന്നെ ഇക്കാര്യത്തിന് പരിഹാരം തരണം. ഉടനെ അമ്മ അവർ പറഞ്ഞു വിട്ടവർ 1 മാസം വെളിയിൽ നിൽക്കാൻ പറഞ്ഞവർ പിറ്റേ ദിവസം തന്നെ ജോലിയിലേക്ക് വിളിച്ചു. നല്ല ശമ്പളത്തോടു കൂടി ഉയർന്ന ജോലി കൊടുത്തു ആ മകളെ അനുഗ്രഹിച്ചു. അതിനുശേഷം കൂട്ടുകാരിക്കുണ്ടായിരുന്ന കാര്യം, അവർക്കാരുമില്ല സഹായിക്കാൻ. അവരെ സഹായിക്കാനായി ഗിരിജ ഓടിച്ചെന്നു, അവരെ സംരക്ഷിച്ചു. ഹോസ്പിറ്റലിൽ പോകാനും അതിനെല്ലാം സഹായിച്ചു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് കരുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് നോക്കാമെന്ന്. ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ വയറ്റിൽ കുരിശു വരച്ചു. കൂട്ടുകാരി. ഈ കൂട്ടുകാരി ചെയ്തത് പരിശുദ്ധ അമ്മ കണ്ടു. എന്നിട്ട് പറഞ്ഞു അമ്മേ അവർക്ക് ആരുമില്ല കേട്ടോ, അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് ഓപ്പറേഷൻ ചെയ്യാതെ അവരെ പരിശുദ്ധ അമ്മ വീട്ടിലേക്ക് അയച്ചു. നിൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം.